ജലമാമാങ്കം. കിഴക്കിന്റെ വെനീസിൽ ഇന്ന് ജലോത്സവ മേളപ്പെരുക്കം. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് പുന്നമടക്കായലിൽ തുടക്കമായി. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങൾ പുന്നമടയിലെ അങ്കത്തട്ടിൽ പോരിനിറങ്ങും. വൈകുന്നേരം 4ഓടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ നടക്കും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ, ആവേശ പോരാട്ടം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും ഉദ്ഘാടന ചടങ്ങും അത് കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം. ഏറ്റവും ആവേശത്തോടെ കാണികൾ കാത്തിരിക്കുന്ന ആ ജലോത്സവത്തിലെ മത്സര വള്ളംകളിയുടെ ഏറ്റവും മൂർധന്യത്തിലേക്ക് എത്തുകയാണ്. അത്തരത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള ജലോത്സവ പ്രേമികളുടെ കൂട്ടം തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ആകെ തന്നെ പുന്നമടയുടെ ഇരു കരകളിലും ഏതാണ്ട് 1150 മീറ്റർ നീളമുള്ള ഈ ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലും ജലോത്സവ പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത്. ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടുകളുമായി അവർ എല്ലാം വലിയ ആവേശത്തിലാണ്. അവിടേക്കാണ് 40 ദിവസത്തോളം വരെ പരിശീലനം നടത്തിയ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിനായി എത്തുന്നത്. അവർ എത്തുമ്പോൾ ആ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർക്കെല്ലാം ആവേശം പകരാൻ, അവരുടെ വീര്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഓരോ കരയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ചുണ്ടൻ വള്ള പ്രേമികൾ നടത്തുന്നത്. ആ രീതിയിൽ വലിയ ഒരു ആവേശം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഇവിടേക്ക് ജലോത്സവത്തിൻ്റെ ആവേശത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളുടെയും മറ്റു ഹീറ്റ്സ് നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലുള്ള വിലയിരുത്തൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം ഈ പ്രാവശ്യം നിരവധി ബോട്ട് ക്ലബ്ബുകളാണ് വലിയ രീതിയിലുള്ള പരിശീലനത്തോടെ എത്തുന്നത്. അപ്പോൾ ഒരു പക്ക പ്രൊഫഷണൽ രീതിയിലേക്ക് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രകടനം മാറുമല്ലേ? തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് 75 കളിവള്ളങ്ങൾ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കളിവള്ളങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചുണ്ടൻ വള്ളങ്ങളുടെ ഏറ്റവും ആവേശകരമായ മത്സരമാണ് നെഹ്റു ട്രോഫിയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ആ തരത്തിൽ 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാനായിട്ടുള്ളത്. അതിൽ ഡബിൾ ഹാട്രിക്, തുടർച്ചയായി ഡബിൾ ഹാട്രിക് എന്ന സ്വപ്ന ലക്ഷ്യവുമായി വരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം ചുണ്ടൻ അത് ഇത്തവണ സാധ്യമാക്കുമോ എന്നുള്ളതാണ് ഈ നെഹ്റു ട്രോഫി നമ്മുടെ മുന്നിൽ വെക്കുന്ന സസ്പെൻസ് എന്ന് വന്നത്. നെഹ്റു ട്രോഫിയിൽ ഡബിൾ ഹാട്രിക് എന്ന ലക്ഷ്യവുമായി വരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് തടയിടുവാൻ മറ്റേതെങ്കിലും ബോട്ട് ക്ലബിന് കഴിയുമോ എന്നുള്ളതാണ് ഈ നെഹ്റു ട്രോഫിയിലെ അടുത്ത വരും മണിക്കൂറുകളിലെ ശ്രദ്ധേയമായ ചോദ്യം. മറ്റേതൊക്കെ ചുണ്ടൻ വള്ളക്കാണ് സാധ്യത കൽപ്പിക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതോടൊപ്പം നിരണം ബോട്ട് ക്ലബ്ബ്, നിരണം ചുണ്ടനിൽ തുഴയുന്ന നിരണം ബോട്ട് ക്ലബ്ബ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് പായിപ്പാടൻ വള്ളത്തിൽ തുഴയുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം തലനാരിഴയ്ക്ക് നെഹ്റു ട്രോഫി നഷ്ടമായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയപുരം ചുണ്ടനിൽ തുഴയുന്നു. UBC കൈനഗരി, കുട്ടനാടിൻ്റെ ഹൃദയതാളം എന്നറിയപ്പെടുന്ന UBC കൈനഗരി തലവടി ചുണ്ടനിൽ തുഴയുന്നു. കാരിച്ചാൽ ചുണ്ടൻ ഇതാദ്യമായി കരക്കാരുടെ കൂട്ടായ്മയിൽ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. ഈ ബോട്ട് ക്ലബ്ബുകളെല്ലാം ഈ തവണ കലാശ പോരാട്ടത്തിന് ആദ്യ 4-ൽ 1 ആവേശകരമായ മത്സരത്തിന് രംഗത്ത് വരും. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വലിയ ആവേശത്തിലേക്കാണ് പോകുന്നത്. ചെറുവള്ളങ്ങളുടെ പരിശീലനമൊക്കെ ഏത് രീതി? തീർച്ചയായിട്ടും ചുണ്ടൻ വള്ളങ്ങൾ പോലെ തന്നെ ചെറുവള്ളങ്ങൾക്കും നെഹ്റു ട്രോഫി എന്ന് പറയുന്ന അഭിമാനകരമായ പോരാട്ടമാണ്. മറ്റ് പല നെട്ടായങ്ങളിൽ നടക്കുന്ന വള്ളംകളികളിലും നെഹ്റു ട്രോഫിയിലെ വിജയങ്ങളാണ് അവിടെ കമൻറ്റേറ്റർമാർ പോലും പറയുന്നത്. അതുകൊണ്ട് നെഹ്റു ട്രോഫിയിലൊരു വിജയം ചെറുവള്ളങ്ങൾക്കും ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് വെപ്പ് A ഗ്രേഡ് വള്ളങ്ങളൊക്കെ തന്നെ പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസിനെ ഉൾപ്പെടെ ഇറക്കിയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ മത്സരരംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും ഈ വർഷം ആവേശം നിറഞ്ഞായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അതുതന്നെയാണ് ഓരോ വള്ളങ്ങളും, അത് ചെറുവള്ളങ്ങളായാലും ചുണ്ടൻ വള്ളങ്ങളായാലും എല്ലാം വലിയ തയ്യാറെടുപ്പുകളോടെ എത്തുന്നു. അവർ പ്രൊഫഷണൽസിനെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. അവർ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഇവിടെ തുഴയെറിയാൻ സാധിക്കുക എന്നത് തന്നെയാണ് അവരുടെ പ്രാർത്ഥനയും. ആ രീതിയിൽ ഓരോ വള്ളങ്ങളും വിജയം മാത്രം ലക്ഷ്യം വെച്ച് വരുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശം അത് ഓരോ വള്ളങ്ങളുടെ ആരാധകരിലേക്കും എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇവിടെ ഉള്ള കാണികളുടെ ഒരു ആവേശം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷയോടെ വിവിധ കരകളിൽ നിന്നെത്തിയതാണ്. വിവിധ ചുണ്ടൻ വള്ളങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയവരുണ്ട്. അവരുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് എന്നുകൂടി നമുക്ക് നോക്കാം. എന്തുതന്നെയായാലും വലിയ ആവേശത്തോടെ ഈ വള്ളംകളിയെ കാണുന്നവരാണ്. ഇവർ പായിപ്പാട് ചുണ്ടൻ്റെ ആരാധകരാണ്. അവരുടെ ഒരു ആവേശം നമുക്കൊന്ന് പരിശോധിക്കാം. എന്തുതന്നെയായാലും വലിയ ആവേശം. എങ്ങനെ കാണുന്നു ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി ജലമേളയിലെ പ്രതീക്ഷ? ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. പായിപ്പാട് ചുണ്ടൻ, ജനൻ TV എന്നും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ജനൻ TVയോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുന്നു. ആദ്യമായിട്ട് പായിപ്പാട് വള്ളമെന്ന് പറയുന്നത്
പുരാതനമായിട്ട് വള്ളംകളി ചരിത്രമുള്ള പായിപ്പാട് വള്ളംകളിയാണ്. ആ പായിപ്പാട് വള്ളംകളിയിലെ ഞങ്ങളുടെ മുത്തവിട്ട പായിപ്പാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ പായിപ്പാട് വള്ളം ഇക്കുറി 4 തവണ ഒരു ഹാട്രിക്കും എടുത്ത് അത് കഴിഞ്ഞ് ഒരു ട്രോഫി എടുത്ത് ശേഷം ഹാട്രിക്ക് നേടിയ ഏക ചുണ്ടനാണ് പായിപ്പാട് ചുണ്ടൻ. അത് ആദ്യത്തെ വർഷം 2005 ഏറ്റവും കൂടുതൽ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുട്ടനാട്ടുകാർ പറയുന്ന കൊടിപ്പാട് വ്യത്യാസത്തിൽ വന്ന ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫിയിൽ ചരിത്രം നേടിയ പായിപ്പാട് വള്ളമാണ്. ആ പായിപ്പാട് വള്ളത്തിന് ആത്മാർത്ഥത്തോടെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇക്കുറി പായിപ്പാടം വള്ളം ആ ഹാർട്ടിക്കെടുത്ത പള്ളാത്തുരുത്തിയെ പിടിച്ചു കെട്ടാൻ 2005, 2007 ഹാർട്ടിക്കെടുത്ത പായിപ്പാട് കുമരകം ടൗണോട് വന്നിട്ടുണ്ട്. ഇത്തവണ പള്ളാത്തുരുത്തിയെ തോൽപ്പിച്ച് 5 തോൽപ്പാടിനെങ്കിലും പള്ളാത്തുരുത്തി തോൽപ്പിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പള്ളാത്തുരുത്തിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത്തവണ കുമരകം ടൗണിന്റെ എങ്ങനെയുണ്ട് പ്രകടനം? ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ വർഷം അവരെടുത്തത്. കഴിഞ്ഞ വർഷം എടുത്ത പെർഫോമൻസ് നിങ്ങൾക്ക് അറിയാം. ഈ വർഷം അതിനെ വെല്ലുന്ന പ്രകടനമാണ്. പള്ളാത്തുരുത്തെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾ വിട്ട അശ്വമേധമാണ് കുമരകം ടൗണും പായിപ്പാടനും. കുമരകം ടൗൺ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ടീമായിട്ട് കുമരകം ടൗൺ വന്നിട്ടുണ്ട്. ഒരു വഞ്ചിപ്പാട്ട് പാടണോ? ഒരു വഞ്ചിപ്പാട്ടൂടെ പാടാം. ഒരു നാടൻ പാട്ട് പാടാം. ഒരു നാടൻ പാട്ട് ബാ. ഒരു കുട്ടനാടൻ നാടൻ പാട്ട് പാടാം. അത്തിനെന്തം പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ. അത്തിനെന്തം പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ. വാഴി തമ്പുരാക്കത്തായി നമ്മൾ തമ്പ് വലിച്ച് മണി മഞ്ചൽ ചുമന്ന് തിനെന്തം പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാടേ പണ്ടു നാടുവായി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ച് മണി മഞ്ചൽ ചുവന്ന് തിനെന്തം പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാടേ പടം നമ്മളൊന്നാടേ. താത്തു കൊയ്യടി തളത്തി കൊയ്യടി നീട്ടി കൊയ്യടി നീളത്തി കൊയ്യടി നമ്മളൊന്നാടേ പടം നമ്മളൊന്നാടേ. പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാടേ പടം നമ്മളൊന്നാടേ. അർജുന സാരഥിയായി അർജുന സാരഥിയായി അർജുന സാരഥിയായി വിശ്വനാഥനതുകാലം അർജുന സാരഥിയായി വിശ്വനാഥനതുകാലം അർജുന സാരഥിയായി വിശ്വനാഥനതുകാലം. അർജുനനും തേരിലേറി അർജുനനും തേരിലേറി അർജുനനും തേരിലേറി തിരിച്ചു വേഗം അർജുനനും തേരിലേറി തിരിച്ചു വേഗം അർജുനനും തേരിലേറി തിരിച്ചു വേഗം. മുൻപിലങ്ങു ഗൗരവന്റെ മുൻപിലങ്ങു ഗൗരവന്റെ മുൻപിലങ്ങു ഗൗരവന്റെ പാടയും വന്നതിരിട്ടു മുൻപിലങ്ങു ഗൗരവന്റെ പാടയും വന്നതിരിട്ടു മുൻപിലങ്ങു ഗൗരവന്റെ പാടയും വന്നതിരിട്ടു
ഭീഷ്മരും മറ്റും വൻപേന ഭീഷ്മരും മറ്റും വൻപേന ഭീഷ്മരും എന്തുതന്നെയായാലും ഈ ഒരു ആവേശം തന്നെയാണ് ഇവിടെ കാണാൻ അതെ കഴിയുന്ന ഓരോ സുധീഷ്, ആവേശം നമുക്ക് ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. തുടരുക.